സത്രം എന്ന വാക്ക് തന്നെ അതൊന്ന് പറയട്ടെ. ശത്രുക്കളെ ത്രാണനം ചെയ്യുന്നത് അത് 12 അത് ആ വാക്ക് വാസ്തവത്തിൽ വൈദികമായിട്ടുള്ളതാണ്. യജ്ഞസംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സത്രം എന്നുള്ള വാക്ക്. ശത്രുക്കളെ ത്രാണനം ചെയ്യുന്നത്, സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ളതായിട്ടുള്ളതാണ് സത്രങ്ങൾ. അപ്പൊ ഈ വൈദികമായിട്ട് പറയുമ്പോൾ 12 അതിലധികം ദിവസമായിട്ടാവുമ്പോഴേ അത് സത്രം നാമകരണം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിരാത്രം സത്രാണ്, സോമയാഗം സത്ര അല്ല. അതിരാത്രം 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പൊ ആ ഇഷ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ അലങ്കാരങ്ങളും വിഷയങ്ങളും ആഹുതികളും കൂടുതലുണ്ടാവും എന്നുള്ളതിൽ കവിഞ്ഞ് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ സത്രം എന്ന വാക്ക് 12 ദിവസമായിട്ട് നടക്കുന്നതിനാണ് സാധാരണ പറയുകയാണെന്നാണ് പഠിക്കണ കാലത്ത് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും സജ്ജന സംസർഗം വരുമ്പോൾ തന്നെ സത്രമായിട്ട് മാറണം, അതിൽ തെറ്റില്ല. കാരണം ഇവിടെ നടക്കുന്നത് ശത്രുക്കളെ ത്രാണം ചെയ്യുക, സംരക്ഷിക്കുക, സജ്ജന സംസർഗവും ത്തിലുള്ള വേദികളല്ലേ ഈ സത്രങ്ങള്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ത്രാണം ചെയ്യുക എന്നുള്ളതല്ലേ ഈ 10-12 ദിവസം 8-10 ദിവസമായിട്ട് ഇവിടെ നടക്കുമ്പോൾ അല്പം ഒരു വ്യതിയാനം ഉണ്ടെങ്കിൽ തന്നെയും ആ സത്രം എന്ന വാക്ക് അന്വർത്ഥമാകുന്നത് സജ്ജനങ്ങൾക്ക് സമ്മേളിക്കാനുള്ളതായ സൽസംഗത്തിനുള്ള വേദികളായിട്ട് മാറുമ്പോഴാണ് ഇതും സത്രങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ ഈ 10-12 വർഷവും ആ തിരുവേപ്ര സത്രത്തിലെ അവസാനത്തെ സത്രത്തിന് ഓരോ ദിവസവും മത്സ്യകൂർമ്മ വരാശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച ശ്രീകൃഷ്ണ ബലരാമേതി ഖൽഗി 10 അവതാരത്തിനും 11ാമത്തെ ദിവസം ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനും 12ാമത്തെ ദിവസം അദ്വൈതമൂർത്തിക്ക് ആയിട്ട് ഉള്ള ശങ്കര നാരായണമൂർത്തിക്കും 12 ദിവസം ആയിട്ട് കളം എഴുതിയിട്ട് അതാത് അവതാരങ്ങൾക്ക് വേണ്ട പ്രത്യേക നിവേദ്യങ്ങളോട് കൂടി അവിടുന്ന് നടത്തി തന്നു 12ാമത്തെ വർഷത്തിൽ. അതിൻ്റെ ഒരു അനുഭൂതി അസാധ്യമായിരുന്നു. കളം എഴുതിയിട്ട് വേദിയിൽ കളം എഴുതി അതിലേക്ക് അതാത് ഇപ്പൊ കൽകിക്കാണെങ്കിൽ കൽക്കി അവതാരത്തിന് തേനാണ് നിവേദ്യം. നരസിംഹാവതാരത്തിന് നമുക്കൊക്കെ അറിയാം പാനകാണ്. ശ്രീരാമാവതാരത്തിന് പഞ്ചാര പായസമാണ്. പരശുരാമാവതാരത്തിന് പിഴിഞ്ഞ പായസം. അങ്ങനെ ഓരോന്നിനും ഓരോരോ പ്രത്യേക നിവേദ്യമുണ്ട്. അതോട് കൂടിയിട്ട് ഒന്ന് നടക്കണ്ടായിപ്പോട്ടെ. കഷ്ടകാലത്തിന് അത് നമ്മുടെ കൊറോണ കാലത്തായിപ്പോയി. അപ്പം അത് ഒരു ഓൺലൈൻ ആയിട്ട് കുറെ സംപ്രേഷണം ചെയ്തു എന്നുള്ളത് കവിഞ്ഞ് വേണ്ടത്ര പ്രചാരം നടത്താൻ പറ്റാത്ത മട്ടിലായിപ്പോയി. അപ്പം ഇതിനെക്കുറിച്ച് സഹോദരൻ സനീഷ് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ ആ ഒരു പൂജയും കൂടിയും കളം എഴുതിയിട്ടുള്ള പൂജയും കൂടിയും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ സഹോദര ഒന്ന് ശ്രമിക്കൂ. ഇവിടെ ഇപ്പം ഞാൻ വന്നപ്പോൾ കേട്ടു ഈ ക്ഷേത്രത്തിൻ്റെ അനിതര സാധാരണമായ ചൈതന്യത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടു. മാത്രമല്ല പാർത്ഥസാരഥിയായിട്ട് ധർമ്മസംസ്ഥാപനത്തിനായിക്കൊണ്ട് അവതരിച്ച സച്ചിദാനന്ദ മൂർത്തിയായിട്ട് ആണ് ഇവിടെ വിരാജിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സത്രം കളം എഴുതിയിട്ട് ഓരോ ദിവസവും പ്രത്യേകം ആയിട്ടുള്ള അവതാരങ്ങളുടെ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹം,
അത് എഴുതിയ ആളെ കൂടിയും ഇപ്പം ഇവിടുത്തെ സത്ര ആചാര്യന് നല്ലോണം പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 10-12 അദ്ദേഹം മാത്രമാണ്. നാഗലശ്ശേരി ഹരീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയിരുന്നത്. അതിൻ്റെ ചോട്ടിൽ സ്വസ്തി പത്മം ഇട്ട് ആ പത്മത്തിലേക്കാണ് പൂജ. അപ്പോൾ ദശാവതാരം ചന്ദ്രൻ ചാർത്തൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒന്നും കൂടിയും പൊലിമയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുമുള്ള അവിടെ ചെയ്ത പ്രവൃത്തിയെ ഞാൻ ആദ്യം ഒന്ന് പറയുകയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വരണത്. അപ്പൊ ഇങ്ങനെ സ്വസ്തി പൽപ്പമായിട്ടിട്ട് അതിൻ്റെ മുകളിൽ ആ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം, അങ്ങനെ ഓരോ ദിവസം ഓരോരോ അവതാരവും സന്ധ്യ സമയത്തിന് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിയന്യാണ് എല്ലാ ദിവസവും പൂജ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും അതാത് ആ മൂർത്തിക്ക് അനുകൂലമായിട്ടുള്ള കീർത്തനങ്ങൾ ഇതിൽ പരമാചാര്യന ഭാഗവത ഗോകുലം വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുറച്ച് കീർത്തനം, ഓരോ അവതാരത്തിനും വേണ്ട പ്രത്യേകം കീർത്തനങ്ങൾ എഴുതി അതാത് ദിവസം എഴുതും, അന്ന് ചിട്ടപ്പെടുത്തും, ഞങ്ങളെല്ലാവരും കൂടിയാണ് പാടും. അതിന് ഇടയ്ക്ക് വായിക്കാൻ ഉണ്ടായിരുന്ന വെള്ളിനേഴി ഹരികൃഷ്ണനായിരുന്നു. ആ എല്ലാ ദിവസവും വെൺമണി കൃഷ്ണേട്ടനെ ഞങ്ങൾ ഒന്നിച്ച് പാടിയിരുന്നു വേദിയിൽ നിന്നിട്ട്. മറ്റേ ആദ്യം പീഠപൂജ, മൂർത്തിപൂജ കഴിഞ്ഞിട്ട് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം പ്രസന്ന പൂജയിലേക്ക് കടന്നാൽ ഈ കീർത്തനം ആലപിച്ച് കുട്ടിപ്പാടി സേവയോട് കൂടിയിട്ട് പോലെ അഷ്ടപതിയുടെ സമ്പ്രദായത്തിൽ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ആ പ്രസന്ന പൂജയുടെ പുഷ്പാഞ്ജലി കഴിയുന്നതോട് കൂടിയിട്ട് അതാത് അവതാരങ്ങൾക്ക് വേണ്ടതായ പ്രത്യേകം മന്ത്രങ്ങൾ ജപിപ്പിച്ച് ഭക്തജനങ്ങളെ കൊണ്ട് ആ പൂജയുടെ പര്യവസാനത്തിങ്കൽ ആ ദേവപാദത്തിങ്കൽ അതാത് ദേവന്റെ പാദത്തിങ്കൽ അർച്ചിക്കുക കൂടി ചെയ്യിപ്പിച്ചു ഭഗവാൻ. പക്ഷെ അത് കൊറോണക്കാലായതുകൊണ്ട്, അതിൻ്റെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ആൾക്കാരില്ലാണ്ടായിപ്പോയി. ഇവിടെ ഇപ്പോൾ അതല്ല, പരിശ്രമിക്കുമ്പോൾ ഇനിയും അനിതര സാധാരണമായ അത്യുന്നതമായിരിക്കുന്ന പരമമഹാസത്രമായിട്ട് പരിണമിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തോന്നുന്നു. അടുത്ത സത്രം അത്തരത്തിലാവട്ടെ എന്ന് ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ അനുഭൂതി എന്നത് അവാച്യമാണ്, അപരിമേയമാണ്. ആ കുറച്ച് പേര്, 10-50 പേരെ അന്ന് അർച്ചിക്കേണ്ടായിരുന്നു. ഇവിടെ അതല്ല, ആയിരക്കണക്കിന് പേര് അർച്ചിക്കാൻ വന്നിരിക്കും ഈ ദേവന്റെ ചൈതന്യം കൊണ്ടും പ്രൗഢി കൊണ്ടും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. അത് 12ാമത്തെ സത്രം തുടങ്ങി, ഭാഗവത സത്രം തുടങ്ങിയിട്ട് 12ാമത്തെ വർഷമായിരുന്നു. അത് കഴിഞ്ഞ വർഷവും ഈ വർഷവും 7 സപ്താഹമായിട്ടേ ഉണ്ടായുള്ളൂ. സപ്താഹ ഉത്സവമായിട്ട് ഇപ്പോൾ എല്ലാ ഈ ഭക്തശിരോമണിയുടെ പരമ്പരയിൽപ്പെട്ട ഒരുവിധം ആചാര്യന്മാരൊക്കെ എന്നുള്ള മട്ടിലാക്കിയിട്ട് ഒന്ന് ചുരുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് ഓരോ 7 വർഷം കഴിയുമ്പോഴോ ആ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് 7 വർഷം കഴിയുമ്പോൾ ഒരിക്കലോ മറ്റോ ആവാം എന്നൊരു വിചാരിച്ചവിടെ വച്ചിരിക്കുക. അപ്പം എന്തായാലും അത്തരം സജ്ജനങ്ങളുടെ സംസർഗം ഒന്നിച്ചു വരുമ്പോൾ, ഇവിടെ പ്രത്യേകിച്ചും പാർത്ഥസാരഥിയാവുമ്പോൾ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ പാർത്ഥസാരഥി ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഊർജ്ജസ്വലരാക്കി തീർത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരമുള്ളതായ സജ്ജന ത്രാണന സ്വരൂപമായിരിക്കുന്ന സപ്താഹവേദികള്, സത്രവേദികള്, സജ്ജന സംസർഗവേദികള് കൊണ്ട് നിറയട്ടെ നമ്മുടെ കേരളം. ആ അജ്ഞാന ജടിലമായ ബാധ നീക്കിയിട്ട് ആ മനസ്സിൽ അഹങ്കാരത്തെ വിധ്വംസനം ചെയ്ത് മഹത്തിന്റെ ഉദയത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച് മുന്നേറുക. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും നാമം ജപിക്കുന്നത് ശീലമാക്കിയിട്ട് വരിക. അതിനൊക്കെയാണ് ഇത്തരം സത്രങ്ങൾ. അപ്പൊ ഇവിടെ ഇപ്പോ ഇതേ പ്രകാരത്തിൽ ജമദഗ്നി മുനിയുടെ പുത്രനായിട്ട് പരശു ആയുധമായിട്ട് എഴുതിയിരിക്കുന്ന പരശുരാമൻ, പരശുവിനെ കൊണ്ട് ആരംഭിക്കുന്നവൻ
ആ പരശുവിനെ കൊണ്ട് രമിക്കുന്നവനാണ് പരശുരാമൻ. രേണുവിൻ്റെ പുത്രിയായ രേണുകയെ വിവാഹം ചെയ്ത് ആ രേണുകയിങ്കൽ ആ വസുമതാദികളായിരിക്കുന്ന പുത്രന്മാര്, അതിൽ പരശുരാമന് ഏറ്റവും ചെറിയ പുത്രനായിട്ട് ഉണ്ടായിത്തീർന്നു. യവീയാൻ യജ്ഞ ഏതേഷാം രാമ ഇത്യഭിവിശ്രുത യമാഹു വാസുദേവാംശം. ആ പരശുരാമനാകട്ടെ വാസുദേവൻ അംശം. വാസുദേവൻ എന്ന് പറഞ്ഞാലോ വസുക്കളെ കൊണ്ട് ദേവനം ചെയ്യുന്നവൻ, സകല ചരാചരങ്ങളെ കൊണ്ടും വിളയാടുന്നവൻ എന്നർത്ഥം പറയാം. വാസുദേവാംശം ഹൈഹയാനാം കുലാന്തകം. ഹൈഹയന്മാര് ക്ഷത്രിയന്മാര്, ക്ഷത്രിയ കുലത്തെ ഹനിച്ചവനാണ്. ത്രിസപ്തകൃത്വ 21 പ്രാവശ്യം ക്ഷത്രിയ കുലത്തെ മുഴുവൻ സംഹരണം ചെയ്തതായിരിക്കുന്ന ആ ഭാർഗവരാമൻ, ആ പരശുരാമന്റെ കഥ എന്നത് ഇതര അവതാരങ്ങളെപ്പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉള്ള അവതാരമാണ്. എന്താണ് ഈ ത്രിസപ്തകൃത്വ, 21 തവണ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാൻ കാരണമായിട്ട് തീർന്നത്? ആ ക്ഷത്രിയന്മാര് അഹങ്കാരത്തെ കൊണ്ട്, രജോ ഗുണത്തെ കൊണ്ടും തമോ ഗുണത്തെ കൊണ്ടും ജഡിലന്മാരായിട്ട് അഹങ്കാര മൂർത്തികളായി തീർന്നപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ആണ് ഈ 21 തവണ നിക്ഷത്രകൃത്വ. ത്രിസപ്തകൃത്വ ഇമാം ചക്രേ നിക്ഷത്രിയാം മഹീം. ക്ഷത്രിയന്മാരില്ലാത്തതായ ഭൂമിയാക്കി മാറ്റിയിത്രേ. ദൃഷ്ടം ക്ഷത്രം ഭുവോഭാരം അബ്രഹ്മണ്യം അനീനശൽ. ദുഷ്ടമായിരിക്കുന്ന ക്ഷത്രിയന്മാരെ കൊണ്ട് ഭാരം സഹിക്കവയ്യാതെ കണ്ടായി തീർന്നിട്ട്, ഭൂമിക്ക് ഭാരം സഹിക്കവയ്യാതെ കണ്ടായി തീർന്നപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് അവിടുന്ന് അവതരിച്ചത്. ആ 7 തവണ 21 തവണ സംഹരിക്കുമ്പോഴാണ് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത്. ആ പരശുരാമന്റെ കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇത്ര ഘോരഘോരമായിട്ട് രാജാക്കന്മാരെ കുറിച്ച് ഒരു എല്ലാം വിധ്വംസനം ചെയ്ത ഒരാളെ കുറിച്ച് ഇത്രയൊക്കെ പറയേണ്ടതുണ്ടോ? വാസ്തവത്തിൽ അധർമ്മല്ലേ ചെയ്തത് രാജാക്കന്മാരെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ? അധർമ്മമല്ല, അധർമ്മത്തെ കൊണ്ട് പരിപൂരിതന്മാരായിട്ട് തീരുമ്പോൾ ആ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് ആ അധർമ്മത്തിന് കാരണഭൂതമായിരിക്കുന്ന ശരീരത്തെ നിഗ്രഹം ചെയ്യുകയാണ് അവിടെ നടന്നതെന്നർത്ഥം. അതിനാദ്യം തന്നെ ഹൈഹയാനാം അധിപതി അർജുന ക്ഷത്രിയ ഋഷഭ ദത്തം നാരായണസ്യാംശം ആരാധ്യ പരികർമ്മിതി. ക്ഷത്രിയന്മാരുടെ അധിപനായിട്ട് അർജുനൻ, കാർത്തവീര്യ അർജുനൻ. ക്ഷത്രിയ ഋഷഭ, ക്ഷത്രിയന്മാരിൽ ഋഷഭനായിരിക്കുന്നവൻ, ക്ഷത്രിയന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന അർജുനൻ. ദത്തം നാരായണസ്യാംശം, ആ അർജുനനും നാരായണന്റെ അംശമാണ്, ഭഗവത് അംശമാണ്. ആരാധ്യ പരികർമ്മഭി ബാഹൂൻ 1000 ലേഭേ. തപസ് ചെയ്തിട്ട് 1000 ലേഭേ ബാഹൂൻ. 1000 കൈകൾ ലഭിച്ചു. ദുർധർഷത്വം അരാദിഷു അമരാദിഷു അമരാദിഷു ദുർധർഷത്വം. ദേവന്മാർക്കും കൂടിയും അജയ്യനായിട്ട് ലോകനാഥനായിട്ട് മാറിത്തീർന്നു. അവ്യാഹതേന്ദ്രിയ ഓജ, യാതൊരു തടസ്സമായി ഇല്ലാതെ കണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും സ്വേച്ഛയാ പ്രവർത്തിക്കാൻ കഴിവുള്ളവനായിട്ട് ക്ഷത്രിയന്മാരുടെ അധിപതിയായിട്ട് അർജുനൻ ആവിർഭവിച്ചു. അതോ ആ അർജുനനോ നാരായണസ്യാംശ. അവിടത്തേക്ക് ശ്രീ തേജ വീര്യ യശോബലം യോഗേശ്വരത്വം ഐശ്വര്യം ഗുണായത്ര അണിമാതയ ചചാര അവ്യാഹതഗതി. ആ യോഗത്തിനെ കൊണ്ട് അവ്യാഹഗതിഗതിയായിട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളോട് കൂടിയിട്ട് അണിമാ മഹിമാ ജൈവ ലഹിമാ ഗരിമാ തഥാ ഈശിത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രാകാശ്യമേവച. ആ അണിമാതി അഷ്ടൈശ്വര്യത്തിനെ കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വൃത്തിയായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്.
ആ അഷ്ടൈശ്വര്യത്തെ കൊണ്ടും സിദ്ധിയുള്ളവനായി തീർന്ന് ലോകനാഥനായിട്ട് ചചാര അവ്യാഹതഗതി, യാതൊരു തടസ്സമില്ലാതെ എപ്രകാരം വായു ഈ അന്തരീക്ഷത്തിൽ ചലിക്കുന്നുവോ അങ്ങനെ വായുവിന് തുല്യനായിട്ട് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാ ദിക്കിലും വ്യാപിച്ച് നടക്കുകയാണ്. സുഖലോലുപനായിട്ട് സ്ത്രീജനങ്ങളോടുകൂടി വിഹരിച്ചുകൊണ്ട് തന്നിഷ്ടക്കാരനായിട്ട് ആ അർജുനൻ നടക്കണു. സ്ത്രീരത്നയിൽ ആവൃത ക്രീഡൻ രേവാംഭസി മതോൽക്കട, ആ ഇഷ്ടം പോലെ മദ്യത്തെ പാനം ചെയ്ത മതോൽക്കടനായിട്ട് വൈജയന്തിയും സൃജം ബിഭ്രൽ, വൈജയന്തി മാലയെ അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് സരിതം ഭുജൈ വിപ്ലാവിതം, ആ സമുദ്രത്തിനെ തന്നെ കൈകൊണ്ട് തടഞ്ഞു വെച്ചിട്ടൊക്കെ അത്രയും ശക്തിമാനായിട്ട് ആ ലോകനാഥനായിക്കൊണ്ട് വിഹരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ന ബോധം ആവിർഭവിക്കണു. ആ ബോധത്തിന് കാരണം രജസ്തമോ ഗുണങ്ങളാണ്. അഷ്ടൈശ്വര്യ സിദ്ധികള് ഒന്ന് നോക്കൂ. 1000 കൈകള്, അതിനനുസരിച്ച് ശക്തി, ഓജസ് എല്ലാമായിട്ട് ഈ 3 ലോകത്തിനും അജയ്യനായിട്ട് ദേവന്മാർക്ക് കൂടി ഭയത്തെ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തെ ഭരിച്ച് വിരാജിക്കണു അദ്ദേഹം. വിപ്ലാവിതം സ്വശിബിരം പ്രതിസ്രോത സരിജലൈഹി നാമൃഷ്യൽ തസ്യത്തിൽ വീര്യം വീര്യമാനി ദശാനന. ദശാനനൻ രാവണൻ കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാജയപ്പെട്ടു. ഗൃഹീതോ ലീലയാ സ്ത്രീണാം സമക്ഷം കൃതകിൽപിഷ മാഹിഷ്മത്യാം സന്നിരുദ്ധോ മുക്തോ യേന കപിര്യഥ സ ഏകദാതു മൃഗയാം വിതരൻ. അങ്ങനെ പോണ സമയത്ത് അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാട്ടിൽ അന്യതര സാധാരണമായി അതിമനോഹരമായ തേജസ്സുറ്റ ഒരാശ്രമത്തെ കാണുന്നു. മൃഗയാം വിതരൻ വിപിനേ വനേ എതിർച്ചയാ ആശ്രമപദം. ആരുടെ? ജമദഗ്നേ ആശ്രമപദം. ആ ജമദഗ്നിയുടെ ആശ്രമ സ്ഥാനത്തെ കാണുന്നു. ഉപാവിശൽ തസ്മൈ സ നരദേവായ മുനി അരിഹണമഹരൽ സസൈന്യം ആത്മാവഹായ അമാത്യാവഹായ ഹവിഷ്മത്യാ തപോധന സ വീരസ്തത്ര ദൃഷ്ട ആത്മ ഐശ്വര്യ അതിശായനം. ആ ജമദഗ്നിയുടെ ആശ്രമത്തിങ്കില് ആത്മ ഐശ്വര്യത്തിൻ്റെ അതിശയനത്തെ, അതിമനോഹരമായ ഐശ്വര്യത്തെ, അവാച്യമായ ഐശ്വര്യത്തെ ദർശിച്ച് അവിടെ ആ ഐശ്വര്യത്തിന് എന്താണ് കാരണം? ഇപ്പൊ ഞാൻ ഈ ലോകത്തിലൊക്കെ ലോകനാഥനായിട്ട് ലോകാധിപതനായിട്ട് നടക്കുന്നു, മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു ഈശ്വരീയ ഭാവം ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്താ അതിന് കാരണം? ധർമ്മം എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ടാവും, അവിടെ ശാന്തി ഉണ്ടാവും, അവിടെ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാവും. തൊട്ടു മുമ്പ് ഇതിൻ്റെ ഈ ട്രസ്റ്റി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടെ പലരും വരുമ്പോൾ, നിന്നെ കേന്ദ്രമന്ത്രി വന്നിരുന്നു എന്ന് പറഞ്ഞു, ഒരു പ്രത്യേകമായ ചൈതന്യം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ഈ ക്ഷേത്രം കാണുമ്പോൾ ചെറിയ ക്ഷേത്ര, അതുപോലെ ആശ്രമ പരിസരം എന്നത്, ജമദഗ്നിയുടെ ആശ്രമ പരിസരം എന്നുള്ളത് ചെറിയ ആശ്രമ പരിസരം. പക്ഷേ അവിടെ ശാന്തി കളിയാടുമ്പോൾ ഭൗതികമായിരിക്കുന്ന ശ്രേയസ്സിനേക്കാൾ ശാന്തി പരിലസിക്കുമ്പോൾ ആ ശാന്തിക്ക് എന്താണ് കാരണം? ധർമ്മ കാരണം. ആ ധർമ്മ പരിപാലനം അഗ്നിഹോത്രാദികളായിരിക്കുന്ന ബ്രാഹ്മണ നിഷ്ഠയ്ക്കനുസരിച്ചതായ ഏതേത് പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ടോ അപ്രകാരമുള്ള പ്രവൃത്തികളെല്ലാം ധർമ്മനിഷ്ഠനായിട്ട് തന്നെ ആ ജമദഗ്നിമുനി അനുഷ്ഠിച്ചു വരുന്നത് കൊണ്ടാണ് അവാച്യമായ ശാന്തിയും സമാധാനവും അവിടെ കളിയാടുന്നതായിട്ട് കാർത്തവീര്യാർജുനന്, ലോകനാഥനായിരിക്കുന്ന കാർത്തവീര്യാർജുനന് അനുഭവപ്പെടുന്നത്. 1000 കൈകളുണ്ട്, ദേവന്മാരെ കൂടി ജയിക്കാനുള്ള ശക്തിയുണ്ട്, ബാക്കി തനിക്ക് വേണ്ട സകലവിധ സുഖ ഭോഗങ്ങളും അനുഭവിക്കാനുള്ള മാർഗമുണ്ട്. അതൊക്കെയാണെങ്കിലും ഇവിടെ ഉള്ള പ്രത്യേകമായിരിക്കുന്ന ഐശ്വര്യം, ഈശ്വരഭാവം, ശാന്തി, സമാധാനം ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ അവിടെ ഒരു പശുവിനെയും
ഒക്കെ കാണുന്നു. ഇതെന്താ അതിന് കാരണം? ബാക്കിയുള്ളിടത്തില്ലാത്ത ഇപ്പോഴൊരു ഐശ്വര്യം. ആ ഐശ്വര്യം വരുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിന്റെ വലുപ്പമല്ല, ഐശ്വര്യമാണ് അടിസ്ഥാനം. കൊട്ടിയൂര് അപ്പന് എന്ത് കെട്ടിട അവിടെ ഉള്ളത്? ആ കൊട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ എത്രയോ പേര് എവിടുന്നൊക്കെയോ വരുന്നു. അവിടെ ആ വൈശാഖ കാലത്ത് കുറെ കൂടാരങ്ങൾ ഉണ്ടാക്കണു. ഇക്കരെ കൊട്ടിയൂർ അമ്പലമുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അവിടെ എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് കൊട്ടിയൂരപ്പനെ ദർശിച്ച് നിർവൃതി നേടി പോകണു. അപ്പൊ ഇപ്പൊ ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ പറഞ്ഞതുപോലെയുള്ളതായിരിക്കുന്ന അവസ്ഥ ഇന്നും ഇവിടെയും ഇപ്പോഴും ഉണ്ട്. ആ പ്രതിഷ്ഠയുടെ, ആ ദേവന്റെ ചൈതന്യ വിശേഷം കൊണ്ട് തന്നെയാണ് ഈ അനുഭൂതി. ആ ആശ്രമത്തിലെ ധർമ്മത്തിന് അനുകൂലമായ രൂപത്തിൽ അനുഷ്ഠാനത്തെ കൊണ്ടാണ് ആ ചൈതന്യം അനുഭവവേദ്യമായി തീരുന്നത്. അഗ്നിഹോത്രാദി കർമ്മങ്ങള്, ഹോമാദികള്, അതൊക്കെ എന്തിനാ? ആ ജമദഗ്നി മുനിക്ക് ഇതൊന്നും പ്രത്യേക ആവശ്യമില്ല. തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി സ്വേച്ഛയാ കൈലാസപർവ്വതത്തെങ്കിലോ മഹേന്ദ്ര പർവ്വതത്തെങ്കിലോ പോയിട്ട് തപസ്സനുഷ്ഠിച്ചാൽ മതി. അതല്ല, ഗൃഹസ്ഥനായിരിക്കുന്ന ഒരു ഋഷിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ആഹവനീയം ദക്ഷിണം ഗാർഹപത്യം എന്ന ത്രേതാഗ്നി സംരക്ഷിച്ചു വരുന്നത് അവിടുത്തെ കടമയാണ്. സമിതാദികളെ ആഹരിച്ചു കൊണ്ടുവന്ന് ആ ധർമ്മത്തിന് അല്പം പോലും ലോപമില്ലാതെ കണ്ട് അനുഷ്ഠിച്ചു വന്നതാണ് അവിടുത്തെ ചൈതന്യ വിശേഷത്തിന് കാരണം. അതേപോലെ ഈ ചെറിയ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ചൈതന്യത്തിൽ വലുതായിരിക്കാൻ നമ്മളെല്ലാവരും നിത്യേന 2 നേരവും വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മനസ്സുകൾ, ആയിരക്കണക്കിന് മനസ്സുകൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന ഗർഭഗൃഹത്തെങ്കിലിരിക്കുന്ന വിഗ്രഹത്തെങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ചൈതന്യം, അതാത് ക്ഷേത്രങ്ങളിലെ ചൈതന്യം ഉത്തരോത്തരം വർദ്ധിക്കും. അല്ലാതെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടില്ല. അവിടെയാണ് സത്സംഗം വരുന്നത്. ഇത്തരം ഈ ദശാവതാര സത്രങ്ങളുടെ ആവശ്യകത അവിടെയാണ്. ഭൗതികമായിരിക്കുന്ന സുഖഭോഗങ്ങളെ കൊണ്ട് ലഭിക്കാത്തതായ ശാന്തി എന്നത് ഇപ്രകാരം ഉള്ളതായ ധർമ്മനിഷ്ഠമായിരിക്കുന്ന അനുഷ്ഠാനത്തെ കൊണ്ട് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതിന് മകുട ഉദാഹരണമാണ് ജമദഗ്നിയുടെ ആശ്രമം. എന്നിട്ട് എന്തിനു പറയണു? ഈ ആശ്രമത്തിലെ ചൈതന്യത്തിന് കാരണം പശുക്കളാണെന്നൊക്കെ ധരിച്ച് അതിനെ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോകണു. ആലോചിച്ചു നോക്കൂ. ലോകനാഥനായിരിക്കുന്ന ക്ഷത്രിയന് അനുയോജ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അത് യുദ്ധത്തിന് കാരണമായിട്ട് തീരണു. ധനുർധരം ബാണപരശ്വധായുധം ഐണേയ ചർമ്മ അംബര കർമ്മധാമഭി യുതം ജടാഭിർദൃശേ പുരീം വിശൻ അചോദയൽ ഹസ്തിരഥ അശ്വപത്തിഭി ഗദാ അസി ബാണ രുഷ്ടി ശതഘ്നി ശക്തിഭി അക്ഷൗഹിണി സപ്തദശാതിഭീഷണ താ രാമ ഏക ഭഗവാൻ അസൂദയൻ. ആ ഏകനായിരിക്കുന്ന പരശുധാരിയായിരിക്കുന്ന പരശുധാമൻ 1000 കൈകളിലായിരിക്കുന്ന അർജുനനോട്, അദ്ദേഹത്തിൻ്റെ സേനാനികളോട് ആദ്യം യുദ്ധം ചെയ്യണു. ആയുധമോ? ഈ പരശു എന്നൊരൊറ്റ ആയുധം കൊണ്ട് പരശുരാമൻ യുദ്ധം ചെയ്യണു. അത് തന്നെയാണ് പരശുരാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്നത്. പരശുവിനെ കൊണ്ട് രമിക്കുന്നവൻ, പരശുവിനെ കൊണ്ട് ശോഭിക്കുന്നവൻ, പരശു എന്ന ആയുധത്തെ കൊണ്ട് ശോഭിക്കുന്നവൻ, മഹാദേവന്റെ കൂടി അംശം കൂടി. മഹാദേവനാണല്ലോ അവിടുത്തെ ഗുരുനാഥൻ. ഗുരോരനുഗ്രഹേണ ഏവ. പരശുരാമന്റെ ഗുരുനാഥൻ മഹാദേവനാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തെ കൊണ്ട് ആയിരക്കണക്കിന് ഹസ്തങ്ങളുള്ളതായിരിക്കുന്ന അർജുനനോട് അവിടുന്ന് യുദ്ധം ചെയ്യണു. സേനാനായകന്മാരെയും ഭടന്മാരെയും അവിടുത്തെ ഈ ഒരു ആയുധത്തെ കൊണ്ട് മാത്രം
നിഗ്രഹിക്കണോ, ശിരച്ഛേദത്തെ ചെയ്യണോ, അവസാനം കാർത്തവീര്യ അർജുനനോട് യുദ്ധം ചെയ്യണോ. ഘോരഘോരമായിരിക്കുന്ന യുദ്ധം, ക്രമത്തിൽ ഓരോരോ കൈകളും വെട്ടി 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 അവസാനം ശിരസ്സടക്കം. അതെന്താ കാരണം? ഒരു ബ്രാഹ്മണ ധർമ്മം അനുഷ്ഠിക്കേണ്ട ഒരാളെ കൊണ്ട് ആൾ ചെയ്യേണ്ടതാണോ ഈ പ്രവൃത്തി? പക്ഷേ അധർമ്മത്തിന് കാരണഭൂതനായിട്ട് തീരുന്നു എങ്കിൽ ഇവിടെ ധർമ്മത്തെ അനുഷ്ഠിച്ചു വരുന്നതായ അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്ന് അപഹരണം ചെയ്തു കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു. ധർമ്മ സംസ്ഥാപനത്തിന് ഉള്ളതായ യോഗ്യത ഇല്ലാതെ കണ്ടായിട്ട് തീരുള്ളു. മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ച പ്രവൃത്തികളോ തന്നിഷ്ടക്കാരനായി അഷ്ടൈശ്വര്യ സിദ്ധികളോട് കൂടിയിട്ട് സ്ത്രീലമ്പടനായിട്ട് വിഹരിക്കും കൂടിയായി. അപ്പൊ തന്നെ രാജാവ് ദുഷിച്ചു. രാജാവ് ദുഷിച്ചാൽ രാജ്യം ദുഷിക്കും. ആ രാജാവ് ധർമ്മത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കണം. നമ്മൾ കാണുന്നില്ലേ, തിരുവനന്തപുരത്ത് മഹാരാജാവ് ശ്രീപത്മനാഭദാസനായിട്ടാണ് അറിയുക. ആ ശ്രീപത്മനാഭദാസനായിട്ട് അവിടുത്തെ സേവിക്കുകയാണ് എന്നുള്ളതാണ് സങ്കല്പം. ആ അപ്രകാരം ഒരു രാജാവ് ആ രാജ്യത്തിന് ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് സ്വയം സമർപ്പിച്ചിട്ടായിരിക്കണം രാജ്യപരിപാലനം ചെയ്യേണ്ടത്. അതിന് ബാധയായില്ലേ ഇപ്പോൾ വന്നത്? തപസ്സനുഷ്ഠിച്ചു, അഷ്ടൈശ്വര്യ സിദ്ധികൾ ലഭിച്ചു, 1000 കൈകൾ ലഭിച്ചു, ആ 3 ലോകത്തെയും വിറപ്പിച്ചുകൊണ്ട് 3 ലോകത്തിൻ്റെയും അധിപനായിട്ട് വിരാജിച്ചു വന്നു. പക്ഷെ ഇവിടെ ഈ ശാന്തസുന്ദരമായിരിക്കുന്ന ജമദഗ്നിയുടെ ആശ്രമ പരിസരം കളങ്കപങ്കിലമാക്കി തീർത്തു. സ്നേഹത്തെ കൊണ്ട്, കവർച്ചയെ കൊണ്ട് കളങ്കപങ്കിലമാക്കി തീർത്തപ്പോൾ ആ നിമിഷം കഴിഞ്ഞു ധർമ്മ സംസ്ഥാപനത്തിന് അർഹത ഇല്ലാതെ കണ്ടായി. അത് തന്നെയാണ് ഭഗവാന്റെ അവതാരമായിരിക്കുന്ന പരശുരാമൻ. ആ പരശുവിനെ കൊണ്ട് അദ്ദേഹം കാർത്തവീര്യ അർജുനനെ നിഗ്രഹം ചെയ്യണം. അങ്ങനെ ധർമ്മ സംസ്ഥാപനം ചെയ്യണു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഇതന്നെ അവിടുന്ന് അവിടെ പരശുരാമനായിട്ടും ധർമ്മ സംസ്ഥാപനത്തിനായിട്ട്, ലോകസംഗ്രഹാർത്ഥം, ലോകഹിതത്തിനായിട്ട് അധർമ്മത്തെ കൊണ്ട് സംസ്പരിശിക്കപ്പെട്ട അർജുനനെ നിഗ്രഹിക്കണു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരുന്നു. അച്ഛൻ പറയണു, വർണ്ണയാമാസതച്ഛുത്വ. ആ കാർത്തവീര്യ അർജുനനോടുള്ളതായ യുദ്ധത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറയണു, രാമരാമ മഹാബാഹോ ഭവാൻ പാപമകാരശീൽ. പുത്ര രാമ, ഹേ മഹാബാഹോ. അച്ഛൻ മകനെ വിളിക്കുക, ഹേ മഹാബാഹോ. ആ ബാഹുബലത്തെ കൊണ്ട് മഹത്തായിരിക്കുന്ന ബാഹുക്കളാ. എന്താ ഈ മഹത്തായ ബാഹുക്കളുടെ മഹത്വം? ഈ ഒരൊറ്റ കൈകളെ കൊണ്ട് ആ പരശു എന്തിയിട്ട് കാർത്തവീര്യാർജുനങ്ങളുടെ സേനകളെയും മുഴുവനും കാർത്തവീര്യാർജുനനെയും കൈകളെ ചെറിയ ചുള്ളിക്കമ്പ് വെട്ടി വീഴ്ത്തുന്നത് പോലെ വെട്ടി വീഴ്ത്തിയ ആ കൈകളെയാണ് അവിടുന്ന് സംബോധന. മഹാബാഹോ, മഹത്തായിരിക്കുന്ന ബാഹുക്കളോട് കൂടിയവനെ എന്ന അച്ഛൻ മകനെ സംബോധന ചെയ്യാം. ഭവാൻ പാപമകാരശീൽ. നീ പാപം ചെയ്തു. അപ്പൊ അച്ഛന് ആശ്രമത്തിലേക്ക് വന്ന് സ്നേഹത്തെ ചെയ്തതായിരിക്കുന്ന രാജാവിനെ നിഗ്രഹിച്ചു എന്നതാണോ ഇവിടുത്തെ അധർമ്മം? അച്ഛൻ പറയണു, ധർമ്മിഷ്ഠനായിരിക്കുന്ന ജമദഗ്നി മുനി പറയണു, പാപമകാരശീൽ. ഭവാൻ പാപം അകാരശീൽ. അങ്ങ് പാപത്തെ ചെയ്തു. അവധിയിൽ വധിച്ചു. ആരെ? അവധിയിൽ നരദേവനെ വധിച്ചില്ലേ? രാജാവിനെ വധിച്ചില്ലേ? അതാണ് നിന്നിൽ വന്നതായിരിക്കുന്ന അധർമ്മം. യൽ സർവദേവമയം വൃഥ. ആ രാജാവ് എന്നത്, ഒരു രാഷ്ട്രത്തിൻ്റെ നായകൻ എന്നത് ഇന്ദ്രതുല്യനാണ്, ഈശ്വരനാണ്. ആ രാഷ്ട്രത്തിൻ്റെ ഈശ്വരനാണ് രാജാവ്. അതുകൊണ്ട് അങ്ങ് പാപമകാരശീൽ. ആ രാജനിഗ്രഹം എന്നുള്ളത് ധർമ്മത്തിന് തടസ്സമായിട്ടാണ് വരിക.
അതാണ് നിന്നിൽ ആരോപിക്കപ്പെട്ടതായിരിക്കുന്ന പാപം. ആ രാജാവ് എന്നത് ഓരോ നാടിൻ്റെയും ദേവനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് അങ്ങ് നിഗ്രഹിച്ചത്. വയമഹി ബ്രാഹ്മണാഹ, നമ്മൾ ബ്രാഹ്മണന്മാരാ. യജ്ഞം, തപസ് ഒക്കെയാണ് നമ്മുടെ ധർമ്മം. ആ ലോക ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് യജ്ഞാദികൾ അനുഷ്ഠിക്കുക, പ്രേതാത്മനെ സംരക്ഷിക്കുക, ആഹുതികൾ ചെയ്യുക, ജപാദികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇവിടെ വരും. അതാണ് ഇവിടെ ഉണ്ടായത്. ഇനി അദ്ദേഹം ഈ ആശ്രമം തന്നെ കൊണ്ടുപോയി ആയിക്കോട്ടെ, യാതൊരു വൈഷമ്യമില്ല. വയം ഹി ബ്രാഹ്മണ ഹേ താത പുത്ര ക്ഷയം അർഹണതാംഗതാഃ യഥാ ലോകഗുരു ദേവ പാരമേഷ്ഠ്യമകാൽപദം ക്ഷമയാ ലോചതേ ലക്ഷ്മീ. എന്താ ഉണ്ടായ പാപം? അങ്ങ് നിഗ്രഹിച്ചത് ഈ ലോകത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന അർജുനനെ നിഗ്രഹിക്കുക ചെയ്തു. അവിടെയാണ് അധർമ്മം. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി എന്നുള്ളത്, ഐശ്വര്യം എന്നുള്ളത് തപസ്സാണ്. മാത്രമല്ല, ആ തപസ്സിൽ നിന്നും ഉണ്ടായിത്തീരുന്നതായ ക്ഷമയാണ് ബ്രാഹ്മണൻ ഐശ്വര്യം. ക്ഷമയാരോചത്തെ, ക്ഷമയെ കൊണ്ടാണ് നമ്മൾ അസ്മദാദികള് ആശ്രമത്തിൽ വസിക്കുന്നത്. നമ്മളൊക്കെ സാത്വികന്മാരായിരിക്കുന്ന നമ്മൾ ക്ഷമയാരോചതേ ലക്ഷ്മി, ലക്ഷ്മി ക്ഷമയാരോചത്തെ. നമ്മുടെ ആയുധം ക്ഷമയാണ്. ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ. ആ ക്ഷമയാണ് നമ്മുടെ ആയുധം. ആ ക്ഷമയെ ധരിക്കൂ. ആ ക്ഷമയ്ക്ക് ബാധയല്ലേ ഉണ്ടായത്? ആ ശക്തി പ്രകടിപ്പിച്ച് ലോകത്തിൻ്റെ നാഥനായ ദേവനായിരിക്കുന്ന കാർത്തവീര്യ അർജുനനെ നിഗ്രഹിക്കല്ലേ ഉണ്ടായത്. അവിടെയാണ് അധർമ്മം. നമ്മൾക്ക് ഭൂഷണം എന്നുള്ളത് ക്ഷമയാണ്. ധർമാനുഷ്ഠാനത്തെ അനുവർത്തിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ക്ഷമാസംയുക്തമായ വൈദികമായിരിക്കുന്ന പന്ഥാവിൽ കൂടെ സഞ്ചരിക്കുന്നതായ മാർഗമാണ് നമ്മുടെ ധർമ്മം. അപ്പൊ നമ്മൾ ക്ഷമയാണ് വേണ്ടത്. ക്ഷമയാരോചതേ ലക്ഷ്മി, ക്ഷമ കൊണ്ടാണ് ലക്ഷ്മി ഐശ്വര്യ ദേവത സംപ്രീതയായിട്ട് തീരുന്നത്. ബ്രാഹ്മി സൗരീ തഥാ പ്രഭ, ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന തേജസ്സും ബ്രഹ്മതേജസ്സും സൂര്യസംബന്ധിയായിരിക്കുന്ന തേജസ്സും ആ കാന്തിയും ഒക്കെ തന്നെ ക്ഷമിണാം ആശു ഭഗവാൻ. ഹേ ഭഗവാൻ, ക്ഷമികളായിരിക്കുന്ന നമ്മൾക്ക്, ക്ഷമാശീലനായിരിക്കുന്ന നമുക്ക് ആശു ഭഗവാൻ തുഷ്യതേ, നമ്മളിൽ ഈശ്വരനായിരിക്കുന്ന ഹരി ഭഗവാൻ നമ്മളിൽ സംതൃപ്തനാവ. ഒരു ബ്രാഹ്മണൻ ക്ഷമയോടുകൂടി കാര്യങ്ങളെ, സന്ദർഭത്തെ നേരിടുമ്പോഴാണ്. അപ്പൊ ചെയ്തത് പാപമാണ് എന്ന് ആ ആശ്രമത്തിലേക്ക് ആക്രമിക്കാൻ വന്ന വരെ നിഗ്രഹിച്ച് ആട്ടി പറഞ്ഞു തേച്ചു വന്ന് ആശ്രമത്തിൽ വന്ന് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അച്ഛൻ മകനോട് പറയണു, നീ ഇപ്പൊ ചെയ്തത് പാപമാണ്, ക്ഷമയോട് കൂടിയിട്ട് അതിനെ നേരിടേണ്ടതായിരുന്നു. നമ്മുടെ സമ്പത്ത് എന്നത് ക്ഷമയും തപസ്സുമാണ്, ശാന്തിയാണ്, സാത്വികതയാണ് നമ്മുടെ ആയുധം. ആ സത്വം ആണ് മനസ്സ്. രജസ്തമോ ഗുണങ്ങള് ബാധയാണ്. നീ ഇപ്പോൾ രജോ ഗുണത്തെ കൊണ്ടാണ് ഈ നിഗ്രഹപരമായിരിക്കുന്ന പ്രവൃത്തിയെ ചെയ്തത്. ആ നിഗ്രഹപരമായിരിക്കുന്ന പ്രവൃത്തിയെ ചെയ്തത് നിന്റെ ജ്ഞാനത്തിന് ബാധയായിട്ട് പരിണമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ചെയ്തത് പാപമാണ്. ആരെയാ നിഗ്രഹിച്ചത്? ഭൂമിദേവനെയാണ്, ഭൂമീശ്വരനെയാണ്, ആ രാജ്യപരിപാലന കർത്താവിനെയാണ് നിഗ്രഹിച്ചത്. അപ്പൊ രാജാവ് ഇല്ലാതെ ഉണ്ടായി. ആ രാജാവിനെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് നിന്നിൽ അധർമ്മം സമാരോപിക്കുക. മാത്രമല്ല, എത്രയോ ആയിരക്കണക്കിന് സേനാനികളെയും സേനാനായകന്മാരെയും സേനാനികളെയും നിഗ്രഹിക്കുക കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണന് യോജിച്ചതാണോ ഈ പ്രവൃത്തി എന്ന് അച്ഛൻ മകനായ
പരശുരാമനോട് ചോദിക്കണം. രാജ്ഞോ മൂർധാഭിഷിക്തസ്യ വധോ ബ്രഹ്മവധാൽ ഗുരു. ഭാഗവതം പറയണു, അഭിഷിക്തസ്യ രാജ്ഞ, അഭിഷേകം കഴിഞ്ഞിട്ട് രാജാവിൻ്റെ കിരീടം ധരിക്കുന്നത്, കിരീടധാരണം കഴിയുന്നതോട് കൂടിയിട്ട് ആ രാജാവ് ആ ഭൂമിയെ പരിപാലനം ചെയ്യുന്നതായിരിക്കുന്ന പ്രജാപതിയായിട്ട് തീരണു. ആ പ്രജാപതി നിഗ്രഹം എന്നുള്ളത് ബ്രഹ്മവധത്തിങ്കിൽ നിന്നും അധികം ഭയാനകമായിട്ടുള്ളതാണ്. തീർത്ഥസംസേവയ, ഇതിനുള്ള മാർഗം തീർത്ഥസ്നാനം, തീർത്ഥസംസേവയ അല്ലാതെ കൊണ്ട് മറ്റൊരു മാർഗമില്ല എന്നായിട്ട് അച്ഛൻ ജമദഗ്നി മുനി പുത്രനോട്, വത്സലപുത്രനോട് പറയണു. ച അമഹ ജഹ്യ അംഗ അച്യുതചേതന. എന്തൊരു സംബോധനയാണ് നോക്കൂ. അച്യുതചേതന, ച്യുതിയില്ലാത്തതായ, നാശമില്ലാത്തതായ ചേതന കൊണ്ട്, ചൈതന്യത്തെ കൊണ്ട് അലങ്കൃതനായിട്ടുള്ളവനെ പുത്ര എന്നാണ് സംബോധന ചെയ്യുന്നത്. അവ എത്രയൊക്കെ തനിക്ക് വിഷമമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയപ്പോഴും അവിടെയും ക്ഷമാഭൂഷണമായിട്ട് ആ ക്ഷമയെ കൊണ്ടാണ് ലക്ഷ്മി, ചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന ലക്ഷ്മി ശോഭിക്കുക. ആ ലക്ഷ്മി സംപ്രീതയായിട്ട് തീരുക. അപ്പം ആ ലക്ഷ്മിക്ക് ബാധയാണ് വന്നത്. അതുകൊണ്ട് നീ തീർത്ഥസ്നാനം ചെയ്യാനായിട്ട് ഗമിക്കണം എന്ന് പറഞ്ഞ ആ മാത്രയിൽ തന്നെ പരശുരാമൻ തീർത്ഥസ്നാനത്തിനായിട്ട് പിതൃോപശിക്ഷിതോ രാമ, അപ്രകാരം ശിക്ഷിക്കപ്പെട്ടവനായി. ശിക്ഷിക്കാച്ചാലോ പിതാവ് ഉപദേശിക്കുന്നു, ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. രാമ തഥാ, അച്ഛൻ പറഞ്ഞത് കേൾക്കണു. കുരുനന്ദന സംവത്സരം തീർത്ഥയാത്രാം, ഒരു വത്സരം, ഒരു വർഷം തീർത്ഥയാത്രയായിട്ട് ഇറങ്ങണു. ചരിത്വ ആശ്രമം വ്രജൻ, ആ തീർത്ഥയാത്രയ്ക്കായിട്ട് അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെത്തി പവിത്രീകൃതനായിട്ട് ആ ക്ഷമയെ സമ്പത്താക്കി സ്വീകരിച്ചുകൊണ്ട് ആശ്രമത്തിൽ വരുന്നു. ആ ഘട്ടത്തില് കദാചിൽ ഒരു ദിവസം ആശ്രമം ലക്ഷ്മീ സമേതമായിട്ട് ഐശ്വര്യ സമ്പൂർണമായിട്ട് ധർമാനുഷ്ഠാനങ്ങളുടെ പരിപൂർത്തിയിലെ സ്ഫൂർത്തിയിൽ അതിമനോഹരമായിട്ട് ശോഭിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ കദാചിൽ ജമദഗ്നിയുടെ പുത്രിയായിരിക്കുന്ന രേണുകാദേവി യാതാ ഗംഗായാം പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിരപശ്യത. പ്രാതക്കാലത്ത് ആ ആശ്രമത്തിൻ്റെ സമീപത്തുള്ള ജലാശയത്തിലേക്ക് കുളിക്കാനായിട്ട് പോണു. അപ്പോൾ രേണുകായാതാ ഗംഗായാം, ആ ഗംഗാ തീരത്തെങ്കിൽ പോയിട്ട് പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം, പത്മമാലി എന്നുള്ളതായിരിക്കും ഗന്ധർവരാജൻ തൻ്റെ പത്നികളോട് കൂടിയിട്ട് ക്രീഡിക്കുന്നത് കണ്ട് അറിയാണ്ട് കുറച്ച് സമയം നിൽക്കുക പറ്റണു. അപ്സരോഭിരവശ്യത, അപ്സരസ്സുകളെ കൂടി ക്രീഡിക്കുന്നത് കണ്ട് വിലോകയന്തി ക്രീഡന്തം ഉദകാർത്ഥം നദീംഗത ഹോമവേളാം എന്ന സസ്മാര. അപ്പം ആ ക്രീഡ കണ്ട് അല്പസമയം ഒരു നോക്കി നിൽക്കുക പറ്റി. അപ്പൊ ഹോമാദികള് പ്രാതക്കാലത്ത് ചെയ്യേണ്ടതായിരിക്കുന്ന ഹോമാദികൾക്ക് വിളംബം എന്നതായിരിക്കുന്ന ദോഷം ബാധിച്ചു. വിളംബം എന്നുള്ളത് താമസം. ആ ഹോമത്തിന് താമസം വരിക എന്നുള്ളത് വാസ്തവത്തിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമാണ്. എന്നാൽ ഇപ്പോൾ യാഗാദികൾ ചെയ്തു കഴിയുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അഥവാ ലോപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് അവസാനം സമഷ്ടിയായിട്ട് ഒന്നിച്ച് കൂടി ദാനാദികൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ജമദഗ്നിയുടെ ആശ്രമത്തിൽ അല്പം പോലും ബാധയില്ലാതെ കണ്ട് വേദവിധിക്കനുസരിച്ച് വൃത്തിയായിട്ട് ധർമ്മം അനുഷ്ഠിച്ചു വരിക. അപ്പോൾ പ്രാതക്കാലത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നടക്കേണ്ടതായിരിക്കുന്ന ഹോമത്തിന് വിളംബം വരിക എന്നത് സമയത്തിന് കണ്ടോ, ആ സമയനിഷ്ഠയുടെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കണം. ആ സാത്വികത വിരാജിക്കുന്നത് ബ്രാഹ്മണേ മുഹൂർത്ത ഉത്തിഷ്ഠയിൽ എന്ന ആയുർവേദ ആചാര്യന്മാർ പറയണു. പുലരാൻ 7.5 നാഴിക ഉള്ള സമയത്താണ്. ആ 7 നാഴിക പറഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കൂറാണ്. അപ്പോൾ 6 മണിക്ക് മുൻപ് ഏതാണ്ട് 3 മണിയോടുകൂടി
എന്താണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രവേശിച്ച് കഴിയും. ഇപ്പോൾ ഗുരുവായൂരപ്പോൾ നട തുറക്കണത് എപ്പോഴാണ്? 2:45 3 മണിക്ക് മുമ്പാണ്. ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആ പ്രാതൽ സ്നാനം കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ടതായിരിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഹോമാദികൾ ചെയ്യേണ്ടതുണ്ട്. ആ സന്ധ്യയെങ്കിലും സന്ധ്യാവന്ദനാദികൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഇതൊക്കെ താമസമായി, യഥാസമയം അല്ലാതെ കണ്ടായി. അതാണ് ഹോമവേളാം എന്ന സസ്മാര. ആ ഹോമവേളയെ സ്മരിക്കാതെ കണ്ട് അബദ്ധത്തിൽ ഈ ക്രീഡയിൽ ആകൃഷ്ടയായി അല്പസമയം നിൽക്ക പറ്റി. കിഞ്ചിൽ ചിത്രരഹസ്പൃഹ കാലാത്തയം. അപ്പോഴേക്കും രേണുകാദേവിക്ക് ഓർമ്മ വന്ന് മുനേഹെ തിരിച്ചു പോന്ന് ആശ്രമത്തിലേക്ക് എത്തി. അപ്പം മുനി കോപിഷ്ഠനായിട്ട് മുഖഭാവം മാറി നിൽക്കുന്നത് കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് അപേക്ഷിക്കണം. ആഗത്യ കലശം തസ്ഥവും പുരോധായ. ആ മുനിയുടെ മുൻഭാഗത്ത് വച്ചിട്ട് അഞ്ജലിയോട് കൂടിയിട്ട് നമസ്കരിച്ച് മാപ്പാക്കണേ എന്ന്. ഇവിടെ അവർ നമ്മൾ പരസ്പരം സംസാരിക്കേണ്ട വിഷയമില്ല, ഭാവത്തെ കൊണ്ട് അറിയണു. നിശബ്ദരായിട്ട് ആ മുനിയുടെ ഭാവം, സമയത്തിന് വിളംബമെന്ന ദോഷം വന്നൂലോ, അധർമ്മ സംസ്പർശം വന്നൂലോ, ഈ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നതായ പ്രവൃത്തിക്ക് തടസ്സമല്ലേ നീ ഉണ്ടാക്കിയത് എന്ന് സംസാരിക്കാതെ കണ്ട് ആശയവിനിമയം നടത്തുന്നു. ഇന്നത്തെ പോലെ നമുക്ക് സംസാരിക്കൊന്നും വേണ്ട, നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ നടക്കും, സംശയമൊന്നുമില്ല, നടക്കും. കലികാലത്തിന് ധർമ്മ വാക്കിനാ പ്രാധാന്യം. കലിധർമ്മത്തിലെ ഇഷ്ടം പോലെ പടപടാന്ന് വർത്തമാനം പറയുമ്പോഴാണ് അങ്ങനെയുള്ളവരെ ആ ധർമ്മികളായിട്ട് പറയുക. ഇത് കലികാലല്ല, ത്രേതായുഗ. അവിടെ യജനാദികൾക്കാ പ്രാധാന്യം. ആ യജനത്തിൽ വർത്തമാനമില്ല, പ്രവൃത്തിയാണ്. യജനം കൃതിസ്വരൂപമാണ്, പ്രവൃത്തി സ്വരൂപമാണ്. ആ പ്രവൃത്തി അതാത് സമയത്ത് വേണ്ട പ്രകാരത്തിൽ ധർമ്മത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിച്ച് നീങ്ങുക എന്നതിനാ പ്രാധാന്യം. അതിനാണ് ഇവിടെ ലോപം വന്നത്. സപ്തർഷികളിൽ പ്രധാനിയാണ് ജമദഗ്നി മുനി. അവിടുത്തെ പ്രവൃത്തിക്ക് ലോപം വരുമ്പോ ഈ ലോപം കുറച്ച് വൈകിയാലും സാരല്ലോ എന്ന് ജനങ്ങളിലേക്ക് ഒരു സന്ദേശം വരളി കൂടിയായി തീരാം. അതുകൊണ്ട് ലോകസംഗ്രഹത്തിന് കോട്ടം തട്ടാം എന്നുള്ള സരണികൾ ചിന്താധാരയായിട്ട് വന്ന് പോയിരുന്നിരിക്കാം. എന്തിനു പറയണു? വ്യഭിചാരം മുനിജ്ഞാത്വ. വ്യഭിചാരം എന്നതോ ബുദ്ധി വ്യപഗതമായിട്ട് അഭിചരിച്ചു. ആ അപ്സരസുകളും ഗന്ധർവന്മാരും കൂടി ക്രീഡിക്കുന്നതിൽ അറിയാതെ കണ്ട് അല്പസമയം ആകൃഷ്ടയായിട്ട് നിന്നു പോയി. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ അത്രയൊക്കെ പറയാനുണ്ടോ? പറയാനുണ്ട്. കാരണം വിളംബം എന്ന ദോഷം കാരണം അന്നത്തെ പ്രവൃത്തികളൊക്കെ അല്പം വൈകി, ധർമ്മത്തിന് ബാധയായി. ആ അധർമ്മത്തെ കൊണ്ട് സംസൃഷ്ടമായിരിക്കുന്നതായ ആ ശരീരം, ആ ശരീരത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് പിന്നെ ആവശ്യമായി തീർന്നു എന്ന് അദ്ദേഹം പ്രവൃത്തിയിൽ കൂടി കാണിക്കുന്നു. വ്യഭിചാരം മുനിർ ജ്ഞാത്വാ പത്ന്യാ വ്യഭിചാരം ജ്ഞാത്വാ പ്രകുപിത അബ്രവീൽ ഘ്നതൈനാം ഏനാം ഘ്നത. പുത്രന്മാരോട് പറയണു, ഇവളെ നിഗ്രഹിക്കൂ, കാരണം അധർമ്മിഷ്ഠയായി തീർന്നിരിക്കുന്നു. ഈ ശരീരം കളങ്കഭംഗിലമായിട്ട് തീർന്നിരിക്കുന്നു, ഇത് നിഗ്രഹിക്കണം എന്ന് പുത്രന്മാരോട് പറയുമ്പോൾ പുത്രകാഹ പാപാം ഇത്യുക്താത്തേ എന്ന ചക്രീരേ. അപ്പൊ ബാക്കിയുള്ള പുത്രന്മാരാരും അമ്മയെ കൊല്ലാനാ പറയണത്. കാര്യം ശരിയല്ലേ? ഇപ്പൊ എന്താ ഇപ്പൊ ഇത്ര വലിയൊരു വിഷയം ഉണ്ടായി? 5 മിനിറ്റ് വൈകി ഇത്രയല്ലേ ഉള്ളൂ? അല്ലെങ്കിൽ 10 മിനിറ്റ് വൈകി അതിന് ഇത്രയൊക്കെ കോപിക്കാനുണ്ടോ? എന്നാണെങ്കിൽ സമയത്ത് നടക്കേണ്ടത് സമയത്ത് തന്നെ നടന്നിരിക്കണം എന്ന് പ്രവൃത്തിയിൽ കൂടി ജമദഗ്നി മുനി നമുക്ക് കാണിച്ച് പറഞ്ഞു തരിക. മാത്രമല്ല, എവിടെയാണ് കാമകേളിയെങ്കിൽ ആകൃഷ്ടയായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു ധർമ്മിഷ്ഠയായിരിക്കുന്ന ആശ്രമ പത്നിക്ക് അനുയോജ്യമല്ല. അതിനെന്താ കാരണം? ഈ പഞ്ചേന്ദ്രിയങ്ങളാ. ആ പഞ്ചേന്ദ്രിയങ്ങളെ കണ്ണിനെ കൊണ്ടല്ലേ കണ്ടത്. ആ ഗന്ധർവന്മാർ വരുമ്പോ അവരെ പൂശിയിട്ടുള്ളതായിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം, അവരുടെ മേളനം ഒക്കെ കൂടി കണ്ട് അല്പനേരം ആകൃഷ്ടയായിട്ട് നിൽക്കുക എന്ന് വന്നത്
സാത്വികന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് ബാധയാ. അപ്പോൾ ആ ശരീരം വിച്ഛേദ്യമായിട്ട് തീർന്നു എന്നാണ് ജമദഗ്നി മുനി. കാരണം അദ്ദേഹം ധർമ്മിഷ്ഠനാണ്. അപ്പൊ ആശ്രമത്തില് മുമ്പ് കാർത്തവീര്യാർജുനൻ കണ്ടതുപോലെയുള്ളതായിരിക്കുന്ന അവാച്യമായ ചൈതന്യ വിശേഷത്തിന് ലോപം വരും ഈ ഇത്തരമൊന്നു ഒരു പത്നിയും പിന്നെ ഒപ്പം കൊണ്ടു നടന്നാൽ. ഇത്രയൊക്കെ പറയാനുണ്ട്. ആ ധർമ്മം അനുഷ്ഠിക്കുന്നവനെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ യോഗ്യതയുള്ളൂ ഇത്രേ. അപ്പൊ അവിടുന്ന് പറയണ്ട, പത്നിമാരോട് പറഞ്ഞപ്പോ അവസാനം രാമനോട് പറയേണ്ട താമസം. ആ പിതൃവാത്സല്യ പിതൃഭക്തി അതിരേകത്തിന്റെ ഉത്തമോത്തമ ഉദാഹരണമായിരിക്കുന്ന രാമൻ, പരശുരാമൻ, അമ്മയുടെയും തൻ്റെ സഹോദരന്മാരുടെയും ഒക്കെ തന്നെ ശിരസ് ഛേദിച്ചു തൻ്റെ പരശുവിനെ കൊണ്ട്. ആലോചിച്ച് നോക്കൂ, ഇത്ര ഒരു അപകടമായിട്ടൊരു പ്രവൃത്തി ഇവിടെ ചെയ്യണോ? ഇത്രത്തോളം ഒരു അബദ്ധം ഇവിടെ ഇപ്പം എന്തുണ്ടായി? അമ്മയുടെ കഴുത്ത് വെട്ടണം, സഹോദരന്മാരുടെ കഴുത്ത് വെട്ടണം എന്ന് പറയണു. എന്നാ എന്ത് ഇത് വെട്ടാൻ കാരണം എന്നാണെങ്കിൽ അച്ഛൻ്റെ തപോബലത്തിങ്കിൽ ഉള്ളതായിരിക്കുന്ന അച്ഛൻ്റെ തപോനിഷ്ഠയെങ്കിലും തപശക്തിയെക്കുറിച്ചും സത്യവാദിത്വത്തെക്കുറിച്ചും പരിപൂർണ ബോധമുള്ളവനായിരിക്കുന്ന ആ പരശുരാമൻ അച്ഛൻ പറഞ്ഞതാണ് കേൾക്കുക. ആ ഗുരുക്കന്മാരിൽ അഗ്രേസനായിരിക്കുന്ന ആണ് അച്ഛൻ. യദ്യത് ആചരതി ശ്രേഷ്ഠ, ആ അച്ഛൻ ശ്രേഷ്ഠത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠതയെ ആ പുത്രനും അനുഷ്ഠിച്ചിരിക്കും. പ്രവൃത്തിയിൽ കൂടി ആ ബോധ്യം വർത്തമാനം പറഞ്ഞിട്ടല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. സിഗരറ്റ് വലിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കരുത് എന്ന് മകനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തെറ്റാണ് എന്ന് സിഗരറ്റ് വലിക്കാതെ കണ്ടിരിക്കുന്ന അച്ഛനെ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാൻ യോഗ്യതയുള്ളൂ. സിഗരറ്റ് വലിച്ച് നീ ഞാൻ ചെയ്ത പോലെ ചെയ്യരുത് കേട്ടോ, യാതൊരു കാര്യമില്ല. ആ അച്ഛനെ പണ്ട് സിഗരറ്റ് വലിച്ച് മിക്കുക എന്താ തോന്നുന്നു. അപ്പോ ആ ധർമ്മത്തെ പരിപാലിച്ച് കാണിച്ചു കൊടുക്കണം. ധർമ്മപത്നിയായിട്ട് കാര്യമില്ല, അധർമ്മത്തെ കൊണ്ട് ബാധിതയായിട്ട് തീർന്നപ്പോ അവൾ നിഗ്രഹിക്കാൻ യോഗ്യയായിട്ട് തീർന്നു. എന്തുകൊണ്ടാണ് അധർമ്മം ചെയ്തത്? ശരീരത്തെ കൊണ്ട്. ആ ശരീരത്തിലല്ലേ ചൈതന്യം കിടക്കുന്നത്. ആ ശരീരം എന്താണ്? പഞ്ചഭൂതാത്മകം ആണ്. പഞ്ചഭൂതാത്മകം തത്വക്ഷമാം അധിഷ്ഠായ ജായതേ എന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറയുന്നത്. ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം, കണ്ണ്, മൂക്ക്, നാക്ക് മുതലായിട്ടുള്ള പ്രധാനമായിട്ട് 4 ഇന്ദ്രിയങ്ങളും ശിരസിലാണ്, കഴിഞ്ഞ ശരീരവും. അപ്പൊ ആ ഗളച്ഛേദം ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ളതായിരിക്കുന്ന ചൈതന്യം പിന്നെ എവിടേക്കാ പോവുക? ചൈതന്യത്തിൽ ലയിക്കും. ഇതല്ലേ നരസിംഹാവതാരത്തിൽ നമ്മൾ കാണുന്നത്. ആ നരസിംഹാവതാരത്തില് മാറി പിളർന്നു കഴിഞ്ഞ് ആ ചൈതന്യം, ആ ഹിരണ്യകശുവിങ്കലുണ്ടായിരിക്കുന്ന ചൈതന്യം ആരിലാ ലയിച്ചത്? സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നൃസിംഹസ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണുവിങ്കൽ ലയിച്ചു എന്നല്ലേ പറയണത്. അതേ പ്രകാരത്തില് അജ്ഞാനബാധിതമായിരിക്കുന്ന ശരീരത്തിന്, ഈ പാഞ്ചഭൗതികമായിരിക്കുന്ന ശരീരത്തിന് ശിരസ് വേർപെടുത്തി കഴിഞ്ഞപ്പോൾ ചൈതന്യത്തെങ്കിലും ലയിച്ചു. അപ്പൊ അച്ഛൻ്റെ തപസ്സിനെ കുറിച്ച് പരിപൂർണ ബോധ്യമുള്ള പുത്രൻ എന്ത് ചെയ്തു? അച്ഛാ, കാര്യമൊക്കെ ശരി, എനിക്ക് ഒരു വരം തരണം. എൻ്റെ അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവൻ തിരിച്ചു കിട്ടണം. അതിനു പുറമെ ഇത് അവർക്ക് ഇപ്പം ഈ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ടാവരുത്. അച്ഛൻ്റെ തപോനിഷ്ഠയിൽ, തപോബലത്തിങ്കൽ പരിപൂർണ വിശ്വാസമുള്ള പുത്രൻ അച്ഛനോട് അപേക്ഷിക്കണു. തഥാസ്തു. ആ അച്ഛൻ പുത്രവാത്സല്യത്തിൻ്റെ അതിരേകത്തിൻ്റെ മകുടോദാഹരണമായിരിക്കുന്ന അച്ഛൻ ഏറ്റവും അത്യുന്നതമായിരിക്കുന്ന പിതൃഭക്തിയുടെ മകുടോദാഹരണമായിട്ടാണ് പരശുരാമനെ നമ്മളിവിടെ കാണേണ്ടത്. നിഷ്ഠൂരനായിരിക്കുന്ന പരശുരാമനെ അല്ല ഭക്തന്മാരെ ഇവിടെ കാണേണ്ടത്. പിതൃഭക്തിയുടെ മകുടോദാഹരണമായിട്ട് പിതാവിൻ്റെ തപോനിഷ്ഠയെങ്കിൽ അങ്ങേയറ്റം
ഉറച്ച വിശ്വാസത്തോടു കൂടിയതായിരിക്കുന്ന കൂടിയിട്ടാണ് ഈ പരശുരാമൻ അച്ഛനോട് ചോദിക്കണത്. അച്ഛൻ കുട്ടിയാൽ സാധിക്കും എന്ന് ഉറപ്പോണ്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ആദ്യം പറഞ്ഞത് കേട്ടു. അച്ഛനെ ഉപദ്രവിച്ച കാർത്തവീര്യാർജുനനെ നിഗ്രഹിച്ചു. അച്ഛൻ പറഞ്ഞു, നീ അധർമ്മമാണ് ചെയ്തത്, തീർത്ഥസ്നാനം ചെയ്യാൻ പറഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം കാണുന്നത് ഇതാ. തൻ്റെ ജന്മത്തിന് കാരണഭൂതയായിരിക്കുന്ന അമ്മയെയും തൻ്റെ കൂടപ്പിറപ്പായിരുന്ന സഹോദരന്മാരെയും നിഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടു. ആദ്യം പറഞ്ഞത് കേൾക്കുക, എന്നിട്ട് പിന്നെ അതേ പ്രകാരത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത രൂപത്തിൽ ഉറക്കത്തു നിന്നിട്ട് വന്ന പോലെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നു. വാസ്തവത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ആ പിതൃഭക്തിയുടെ മകുടോദാഹരണം ഇതിന് മകുടമായിരിക്കുന്ന ഉദാഹരണമാണ്. കണ്ണിൽ വെള്ളം നിറയാണ്. ഇന്ന് പിതൃഭക്തിയുള്ളതായിരിക്കുന്ന പുത്രന്മാരെ എത്ര പേരുണ്ട്? പ്രായമാവുമ്പോൾ അച്ഛനെയും അമ്മയും നോക്കാത്ത സുഖമന്വേഷിച്ച് കടൽ കടന്നു പോകുന്ന പുത്രന്മാരും ആ സുഖലോലുപതയുടെ പരമോന്നതമാണ് സൗഖ്യമെന്ന് വിചാരിച്ച അവസാനം മാതൃഭൂമിയായിരിക്കുന്ന ഭാരതമാതാവിൻ്റെ മണ്ണിലേക്ക് രോഗഗ്രസ്തരായിട്ട് തിരിച്ചു വന്ന് കുറേ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വസിക്കുന്ന അച്ഛനെയും നോക്കാത്ത മക്കള് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു. ഇതാണ് ഭക്തന്മാരെ, ഇതാണ് പുത്രൻ, ഇതാണ് പുത്രവാത്സല്യം, ഇതാണ് പിതൃഭക്തി. അപ്പൊ അത്തരത്തിൽ ഇതിൻ്റെ ഒരു 1000-ലൊരു അംശം പിതൃഭക്തി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തന്നെ ഇന്നത്തേതിലും എത്രയോ ശ്രേഷ്ഠമായിട്ട് നമ്മുടെ ഭാരതഭൂമി പരിണമിക്കും, യാതൊരു സംശയവും. അപ്രകാരം ഒരു ദിവസം ആ ജമദഗ്നി മുനി ആശ്രമത്തിലെ അതേ പ്രകാരത്തിൽ മക്കളോടും എല്ലാവരോടും സുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോണു പുത്രന്മാരൊക്കെ. ആ സമയത്ത് അർജുനൻ്റെ മക്കളായിട്ടുള്ള ഒരു പൂർവ്വവൈരാഗ്യം തീർക്കാനായിട്ട് വരണു, ആശ്രമത്തിൽ വരണു. ആ ജമദഗ്നിയുടെ ശിരസിനെ ഛേദനം ചെയ്യണു. മക്കളാരുമില്ല. പരശുരാമനും ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇത് കേട്ട് രാമേഹി ആദേതി വിചുക്രോശ ഉച്ചകൈ സതി. പുത്രന്മാരൊക്കെ വന്ന് ആക്രമിച്ചു വന്ന് ജമദഗ്നിയുടെ ശിരസ് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ആ രേണുകാദേവി രാമ രാമ എന്ന് വിലപിക്കണം. തതുപശ്രുത്യ ദൂരസ്ഥ ഹാ രാമ ഇത്യാർത്തവസ്വനം ആർത്തവൽസ്വനം ത്വരയാ ആശ്രമം ആസാദ്യ ദൃശേ പിതരം മതം. ആ പിതൃഭക്തനായിരിക്കുന്ന പുത്രൻ ആശ്രമത്തിൽ വന്നിട്ട് മൃതപ്രായനായ കൊല്ലപ്പെട്ടതായ അച്ഛനെ ജമദഗ്നി മുനിയെ കാണുന്നു. തൽ ദുഃഖരോഷ അമരിഷ ആർത്തി ശോക വേഗ വിമോഹിത ഹാ താത സാധോ ധർമ്മിഷ്ഠ ത്യക്തോ അസ്മാൻ സ്വർഗതോ ഭവാൻ. അച്ഛൻ്റെ ശരീരം കണ്ട് വിലപിക്കണു. അല്ലയോ അച്ഛാ, ഞങ്ങളെയൊക്കെ വിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണോ എന്ന് വിലപിക്കണു. ഗത്വാ മാഹിഷ്മതീം രാമ ബ്രഹ്മഘ്ന വിഹതശ്രിയം തേഷാം സശേ ശീർഷാഭി രാജൻ മധ്യേ ചക്രേ മഹാഗിരി. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം എല്ലാ ക്ഷത്രിയന്മാരെയും 3 തവണ സകലവിധ ക്ഷത്രിയന്മാരെയും നിഗ്രഹിക്കണു. കാരണം ഈ ക്ഷാത്രമല്ലേ ഈ അച്ഛൻ്റെ ആശ്രമത്തിൽ വന്നിട്ട് അച്ഛനെ കൊല്ലാനായിട്ട് കാരണം? ആ അഹങ്കാരമല്ലേ കാരണം? അതിന് കാരണഭൂതന്മാരായിരിക്കുന്ന ഓരോരുത്തരെയും എല്ലാ ക്ഷത്രിയന്മാരെയും നിഗ്രഹിച്ച് തിരിച്ചു വരണു. അച്ഛൻ്റെ ശരീരത്തിന് ശിരസ് കൂട്ടിച്ചേർത്ത് വീണ്ടും അതേ പ്രകാരത്തിൽ ആശ്രമത്തിൽ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യണം.
ജാമദഗ്നിയോപി ഭഗവൻ രാമ കമലലോചന ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യന്തി വൈ ബൃഹൻ അതസ്തേഭ്യോ ആസ്തേദ്യാമി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡ പ്രശാന്തധീ ഭഗീയമാനചരിത സിദ്ധഗന്ധർവശാരണൈ. ആ അച്ഛന് ധർമ്മസംസ്ഥാപനത്തിനായിട്ട് വേണ്ട പ്രകാരത്തിൽ പ്രവൃത്തി ചെയ്ത് അച്ഛൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷത്രിയന്മാരെ രാജാക്കന്മാരെ നിഗ്രഹിക്കുന്നത് ബ്രഹ്മഹത്യാ പാപത്തിനേക്കാൾ അധികമായിട്ടുള്ള പാപമാണ് അരുത് എന്നുള്ളത്. പക്ഷെ ഇവിടെയോ ആ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി നിരന്തരം യാഗാദി കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ശിരച്ഛേദം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് കാരണഭൂതന്മാരായിരിക്കുന്ന എല്ലാവരെയും നിഗ്രഹിച്ചു കഴിഞ്ഞ് അധർമ്മമാണ് പ്രവർത്തിച്ചതെന്ന് ബോധമുണ്ടെങ്കിലും അവിടുന്ന് ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അച്ഛനെയും അമ്മയൊക്കെ സുഖാക്കിയിരുത്തിയതിന് ശേഷം ആ ജാമദഗ്നിയൻ ജമദഗ്നിയ അപത്യം പുമാൻ ജാമദഗ്നിയ പരശുരാമൻ ഭഗവാൻ രാമ കമലലോചന ആഗാമിനി അന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹൽ ആസ്ത യദ്യാപി മഹേന്ദ്രാജവും അദ്യാപി മഹേന്ദ്ര പർവ്വതത്തിങ്കല് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഇപ്പോഴും വിരാജിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തരഭാഗത്തിലേക്ക് ഗമിച്ച് തപസ്സനുഷ്ഠിച്ചിരിക്കുന്നു. എന്തിന്? ഭാരതത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് തപസ്സനുഷ്ഠിക്കുന്നു. അപ്പൊ രാജസിക ഭാവം വിട്ട് സാത്വിക ഭാവത്തിൻ്റെ പരമോന്നത ഭാവത്തിങ്കിൽ ഭൗതികമായ പ്രവൃത്തികളിൽ നിന്നും ഒക്കെ വിരമിച്ച് ആത്മീയമായ പ്രവൃത്തിയിൽ നിരതനായിട്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഇപ്പോഴും വിരാജിക്കുന്നു അത്രേ. അശ്വത്ഥാമ ബലി വ്യാസ എന്ന് പറഞ്ഞിട്ട് ചിരഞ്ജീവികളിൽ പെട്ടതാണ് പരശുരാമനും എന്നാണ് പറയാറ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ഒരു വിഷയം പറയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇതൊരു മിത്തോളജിക്കൽ സ്റ്റോറി എന്നല്ലേ പറയേണ്ടി വരിക. പക്ഷേ തപസ്വികളെ സംബന്ധിച്ചിടത്തോളം, യോഗനിഷ്ഠന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമല്ല. ഈ പരശുരാമനാണ് നമ്മൾ ഈ കേരള ഭൂമി ബാക്കി എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കേരള ഭൂമി. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല എന്ന് പറയേണ്ടത്. കേരളത്തിന് പരശുരാമ രാജ്യം പരശുരാമൻ നേടിത്തന്നതാണെന്നതിന് ദൃഷ്ടാന്തം ഉണ്ട് താനും. എന്തിന്? ഈ താൻ ക്ഷാത്ര നിഗ്രഹത്തെ കൊണ്ട് സമ്പാദിച്ചതായിരിക്കുന്ന പാപത്തെ ത്തിൻ്റെ പരിഹാരമായിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാനായിട്ടാണ്. മാത്രമല്ല ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വര്യവേ പ്രതീശീം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം ദദൗ പ്രാചീം ദിശം ഹോത്രേ. ഹോതാവിന് ആയിട്ട് ഹോമത്തെ ചെയ്യുന്ന ആൾക്കായിട്ട് അധ്വർയ ഹോതൻ മൈത്രാവരൻ എന്ന് പറഞ്ഞിട്ട് ഋത്തിക്കുകൾ അനവധികൾ ഉണ്ട് ഈ യജ്ഞശാലയെങ്കിലേ. അപ്പൊ ഈ പാപത്തിൻ്റെ ക്ഷാത്ര നിർഹരണമായിരിക്കുന്ന പാപത്തിൻ്റെ പരിഹാരത്തിനായിക്കൊണ്ട് ആ ലോകൈകനാഥനായിട്ട് മാറി പരശുരാമൻ. ക്ഷത്രിയന്മാരെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലോകത്തിൻ്റെ അധിപനാരാ? ആ നിഗ്രഹിച്ച ആ രാജതുല്യനായിട്ട് വിരാജിക്കുന്ന രാമനാണ്, പരശുരാമനാണ് പിന്നെ അധിപൻ. അവിടത്തേക്ക് ഇതൊന്നും ആവശ്യമില്ല. ഉള്ളിൽ സാത്വികത വിരാജിക്കുന്ന പരശുരാമന് ഇത് ആവശ്യമുണ്ടോ? അതാണ് ദദൗ പ്രാചീൻ ദിശം ഹോത്രേ, ഹോതാവിനായിട്ട് കിഴക്ക് ഭാഗത്തെ ദാനം ചെയ്തു. ബ്രഹ്മണേ ദക്ഷിണാം ദിശം, ബ്രാഹ്മണർക്കായിട്ട് ദക്ഷിണ ദിക്കിനെ ദാനം ചെയ്തു. അധ്വര്യവയെ പ്രതീചീം ച, അധ്വര്യുവിനായിട്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഹോമങ്ങളെ ചെയ്യുന്നതായ അധ്വർയു ഹോതൻ മൈത്രാവരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഋത്തുക്കൾ അധ്വർയുവിനായിട്ട് പ്രതീചീം ച, പടിഞ്ഞാറ് ഭാഗം. ഉദ്ഗാത്രേ, ഉദ്ഗാനം ചെയ്യുന്ന യാഗത്തിൽ സാമഗാനത്തെ ചെയ്യുന്നതായിരിക്കുന്ന ആൾക്കാണ് ഉദ്ഗാതാവ് എന്ന് പറയുക. ആ ഉദ്ഗാതാവിനായിട്ട് ഉത്തരാന്തിശം ദദൗ, ഉത്തരദിക്കിനെ. അപ്പൊ 4 ദേശത്തിനെയും കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഉള്ളതായിരിക്കുന്ന എല്ലാ ദിക്കുകളെയും എല്ലാ ബ്രാഹ്മണർക്കുമായിട്ട് ദാനം ചെയ്ത് അവിടുന്ന് ഉത്തരാദേശത്തെങ്കിൽ ഈ മഹേന്ദ്ര പർവ്വതത്തെങ്കിലേക്കായിട്ട് ഗമിച്ചു. അവർ സകലം
കിട്ടുകയും ചെയ്യും. വേണമെച്ചാൽ അതിൻ്റെ ചക്രവർത്തിയായിട്ട് രാജാധിരാജനായിട്ട് അവിടത്തേക്ക് ഇവിടെ പരശുരാമന് ഇവിടുത്തെ ചക്രവർത്തിയായിട്ട് സുഖത്തോടു കൂടിയിട്ട് ഇരുന്നുകൂടെ? ഇല്ല. ധർമ്മ സംസ്ഥാപന ആണ് അവിടുത്തെ ലക്ഷ്യം. അത് പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് 10 അവതാരത്തിൽപ്പെട്ട പരശുരാമൻ നമുക്ക് എന്നർത്ഥം. അന്യേഭ്യോ അവാന്തര ദിശ, മറ്റ് ദിക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്തു. കാശ്യപായ മധ്യദേശം കശ്യപമുനിക്കായിട്ട് പ്രദാനം ചെയ്തു. ആര്യാവർത്തം ഉപദ്രഷ്ടാവനായിട്ട് ആര്യാവർത്തത്തെ ദാനം ചെയ്തു. സദസ്യേഭ്യ തഥാ പരം, സദസ്യന്മാർക്കായിട്ട് ബാക്കിയുള്ള ദേശങ്ങൾ ചെയ്തു. അങ്ങനെ താൻ നേടിയതായിരിക്കുന്ന എല്ലാ ദേശങ്ങളെയും എല്ലാവർക്കും ദാനം ചെയ്ത് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിങ്കിൽ ഗമിക്കുന്നു. സർവസംഘ പരിത്യാഗിയായിട്ട് ഗമിക്കുന്നു. ചിരഞ്ജീവിയായിട്ട് വാഴണു. എന്തിന്? ലോകത്തിൽ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുവാനായിക്കൊണ്ട്. ഇങ്ങനെയാണ് ഭക്തന്മാരെ ഓരോ ഭക്തശിരോമണികളുടെയും അവസ്ഥ, ധർമ്മ സംസ്ഥാപകന്മാരുടെയും അവസ്ഥ. ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അവതരിച്ചതായ പരശുരാമൻ, ആ പരശുരാമമൂർത്തി അവിടുത്തെ തപോനിഷ്ഠ, പിതൃഭക്തി, മാതൃഭക്തി, സഹോദരഭക്തി, ധർമ്മനിഷ്ഠ എല്ലാം ആണ് നമ്മൾ വാസ്തവത്തിൽ മാതൃകയാക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ പോലെ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എപ്പോഴോ അധർമ്മം സംഭവിക്കുന്നുവോ ആ സമയത്ത് ഒക്കെ തന്നെ ഭഗവാൻ ഏതെങ്കിലും പ്രകാരത്തിൽ മൂർത്തിസ്വരൂപനായിട്ട് തീർന്നിട്ട് തൻ്റെ ശരീരത്തെ കൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടതായ പ്രവൃത്തി ചെയ്തിരിക്കും. യാതൊരു സംശയവുമില്ല. അതാര് കൽക്കി പ്രാദുർഭവിഷ്യതി, കലിയുഗത്തിൽ കൽക്കി അവതാരം അല്ലെങ്കിൽ കൽക്കി അവതാരം ഉണ്ടാവും എന്ന് പറയണില്ലേ? ഏതായാലും ഈ സത്രവേദിയിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്നറിയില്ല. ഞാൻ അത്ര വലിയൊരു ഭാഗവത പ്രഭാഷകനൊന്നുമല്ല. ഭാഗവതം വായിക്കാറുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് സത്യത്തില് ഒരു സപ്താഹ വേദിയിൽ ഒരു പൂർണ്ണമായിട്ടൊരു സപ്താഹം തന്നെ ഉണ്ടായോ സംശയമാണ്. എന്നാൽ സപ്താഹം വായിക്കാൻ വേണ്ടി വായിക്കേണ്ടായിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ ഭാഗവതത്തിൽ കൂടി സഞ്ചരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗവത അമൃതത്തെ പിബഗത ഭാഗവതം രസം ആലയം, ആ ഭാഗവത അമൃത രസത്തിൻ്റെ ആലയത്തെ രുചിച്ചറിയാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഒരിക്കലും ഒരു പ്രഭാഷകനല്ല. ഇത്തരം വേദികളിൽ ദയവേദിട്ട് ആരും ക്ഷണിക്കരുത് എന്ന് വിനയപൂർവ്വം സാദരം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഭാഗവതത്തിൽ ആദ്യന്തമുള്ളതായിരിക്കുന്ന ഓരോരോ വിഷയങ്ങളും മിത്തെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാവണില്ല. ജന്മാത്യസ്യേത എന്ന് തുടങ്ങിയിട്ട് സത്യം പരം ധീമഹി എന്നുള്ളത് പര്യന്തമുള്ളതായ ഓരോ വിഷയങ്ങളും സത്യാൽ ഇതം ഭാഗവതം ശാസ്ത്രം പുരാണം ബ്രഹ്മസംഹിതം, സത്യാൽ സത്യതരം, ഇത് സത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭാവനയോട് കൂടിയിട്ട് ഭാഗവതത്തെ സമീപിക്കുമ്പോൾ അതെങ്ങനെ വേണം? ഭക്തിയോടുകൂടി വേണം. ഭക്തിയാ ഭാഗവതം പിബ, ഭക്തിയോടുകൂടി മാത്രമേ ഭാഗവതത്തെ സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഭാഗവതത്തെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആ ഭാഗവതത്തിൽ കൂടി സഞ്ചരിക്കുന്നതോട് കൂടിയിട്ട് ഭഗവത്പരമായിരിക്കുന്ന ഭക്തി, ഭാഗവതപരമായിരിക്കുന്ന ഭക്തി അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭാഗവതം കയ്യിൽ വെച്ചാൽ പിന്നാക്കം വെക്കാൻ തോന്നില്ല. സത്യത്തിൽ കൊറോണ കാലത്ത് ഞാൻ ഭ്രാന്ത് പിടിക്കാണ്ട് രക്ഷപ്പെട്ടത് ഭാഗവതം വായിച്ചിട്ടാണ്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ രാവിലെ പോയിട്ട് ഇല്ലത്തെ പൂജയും ദേവാലയം കഴിഞ്ഞാൽ വേറൊരു പണിയില്ല. ഡോക്ടർക്ക് രോഗികളെ പരിശോധിക്കാനില്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി വട്ടുപിടിച്ച മട്ടാണ്. ചെറിയൊരു സ്ഥാപനം കൊണ്ട് നടത്തണം. അതിൽ 10-25 സ്റ്റാഫുണ്ട്. അമ്പലത്തിലെ ആൾക്കാരാണ്. അതിൻ്റെ ചുമതലയും ഈ ഉള്ളവനിൽ നിക്ഷിപ്തമാണ്. ഇവർക്ക് മാസം തികഞ്ഞാൽ ശമ്പളം കൊടുക്കണ്ടേ? എന്ത് ചെയ്യും? യാതൊരു മാർഗവുമില്ല. കാരണം എല്ലാം സ്റ്റക്കായില്ല. നമ്മളൊക്കെ അനുഭവിച്ചില്ലേ കൊറോണ കാലം? എല്ലാം സ്തബ്ധമായി, ഒന്നും നടക്കണില്ലല്ലോ. അപ്പൊ രാവിലെ പൂജ കഴിഞ്ഞാൽ വേറൊരു പണിയില്ല. ഭാഗവതർ അമ്പലത്തിൽ പോയിരിക്കും, കൂത്തമ്പലത്തിൽ പോയിരുന്നിരുന്ന് വായിക്കുക.
എന്തൊരു ആനന്ദം അറിയും. 12 മുറ ഭഗവാൻ വായിപ്പിച്ചു. ഈ 12ാമത്തെ സത്രം കഴിഞ്ഞോട് 12 മുറ കഴിഞ്ഞു. ഈ ആകെ ഒരു കൊല്ലം കിട്ടി ശരിക്കും മുറയ്ക്ക് പറഞ്ഞാൽ എനിക്ക് ലാഭമായി. അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം രോഗികളുമായിട്ട് വിഹരിക്കുന്ന ഈ വിദ്വാനെ കൊണ്ട് ഭാഗവതം എങ്ങനെ വായിക്കാൻ സമയം കിട്ടുമോ? ആ ഭഗവാനെ മഹാദേവനെ സാക്ഷിയാക്കിയിട്ട് അവിടുത്തെ ശ്രീകോവിലേക്ക് അതിലത്തെ കൊടിമ താഴികക്കുളം നോക്കിയിട്ട് കൂത്തമ്പലത്തിരുന്ന് വായിച്ചു. ഓരോ അധ്യായം കഴിഞ്ഞാലും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് ഉറക്കെ ചെല്ലും. ആരും കേൾക്കാനില്ല, തൂണുകൾ മാത്രമേ ഉള്ളൂ കൂത്തമ്പലത്തിലെ തൂണുകൾ. അപ്പൊ ആരോടൊന്നും പറയണ്ടില്ലേ, നമുക്ക് ഇഷ്ടം പോലെ സുഖമായിട്ടിരുന്ന് വായിക്കാം. അവസാനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 4-5 അധ്യായം കഴിഞ്ഞ് വഴി പോരാ തോന്നി. ഹരനമ പാർവതീപതയെ ഹരഹര മഹാദേവാദം കൂടി ചൊല്ലിയും കൊണ്ട് അത് അങ്ങനെ വായന ഇങ്ങനെ നടന്നു. തൽക്കാലം ഈ കൊറോണ കാലം എങ്ങനെയാണ് പോയി കിട്ടി. ഇല്ലെങ്കിൽ അതിൻ്റെ പുറമെ ആ ദിവസങ്ങളിലൊക്കെ ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവിക്കുക, ഇതിപ്പോൾ പാരായണം ചെയ്തല്ലോ, അപ്പോൾ പാരായണം ചെയ്യുക, അത് ഗ്രഹിക്കുക. അപ്പം അന്നത്തെ നിന്ന് പാരായണം ചെയ്ത വിഷയത്തെ മനനം ചെയ്യണം, ചിന്തിക്കണം. ഭാഗവത സപ്താഹം കേൾക്കേണ്ടത് അങ്ങനെയാണ്. അതാത് ദിവസം കേട്ട വിഷയത്തെ മനനം ചെയ്ത് അതിനെക്കുറിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഇതിനും ഒരു തന്തം കിട്ടി. ഭാഗവതം നിരന്തരം കൊണ്ടു നടക്കുന്ന കോഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുണ്ട്. വേങ്ങേരി ശ്രീധരൻ നമ്പൂരിയുടെ വത്സല ശിഷ്യൻ. അദ്ദേഹത്തിനോട് രാത്രി ഈ വായിച്ച വിഷയം വർത്തമാനം പറയുക, ഇന്ന് വായിച്ചത് ഇതാണ്. അതിന്ന് ആ ഓരോരോ ഭാഗത്തെയും എടുത്ത് പ്രതിപാദിച്ച് ഏതാണ്ട് 1 മണിക്കൂർ ഈ ഫോണുണ്ടല്ലോ, അത് വലിയൊരു സഹായമായി. രാത്രി ഇത് ചിന്തിക്കും, വേറൊരു പണിയില്ല. അങ്ങനെ ആ ദിവസം എങ്ങനെ കടന്നുപോയി എന്ന് അറിയില്ല. മാസങ്ങൾ കടന്നുപോയി. ഇതേ ഉള്ളൂ എൻ്റെ ഭാഗവതം. കാരണം ഈ സംഘടനത്തിനും ഇതും വരുമ്പോൾ മിക്കവാറും ഇപ്പോൾ മൂർഖനൂർ ഹരി മുൻ മേശാന്തിയാണ്, എൻ്റെ ബന്ധുവാണ്. ഭാഗവതം കൊണ്ട് ശരിക്ക് കുറച്ച് പറഞ്ഞാൽ അസൂയ തന്നെ തോന്നുന്നുണ്ട്, ഇയാൾ ഈ ഭാഗവതം കൊണ്ട് നടക്കണം, എന്നെ കൊണ്ട് പറ്റണില്ലല്ലോ എന്ന്. ഇദ്ദേഹം വന്നിട്ട് ആ വേദിയിൽ പ്രതിപാദിച്ച ഘട്ടത്തിൽ കുറച്ചു മുമ്പ് പോയി തോട്ടം ശ്യാമൻ ഭക്തശിരോമണിയുടെ പരമ്പരയിൽപ്പെട്ടതാണ്. ഇദ്ദേഹം ഭക്തശിരോമണിയുടെ പരമ്പരയിൽ തന്നെയാണ്. വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ കൂടി ശിഷ്യനും കൂടി. ആരത്ന ഉപദേശം എനിക്കറിയില്ല. നീലകണ്ഠനും അതേ പരമ്പരയിൽപ്പെട്ടതാണ്. ആ പരമ്പരയെ അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള സപ്താഹത്തിൽ വേദിയിൽ പലപ്പോഴും പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. പ്രഭാഷണം കേൾക്കാൻ എനിക്ക് പറ്റാറില്ല. കാരണം സംഘാടകനായാൽ പറ്റില്ല. ഇപ്പോൾ സനീഷിൻ്റെ കാര്യം ഞാൻ കാണുന്നുണ്ട്. ഈ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരും, കൂട്ടിച്ചേർക്കലും ആയി തീരുമ്പോൾ ഇത് കേൾക്കണ കാര്യം ബുദ്ധിമുട്ടാവും. അപ്പം അതും എന്നെ കൊണ്ട് സാധിക്കാറില്ല. മുഴുവനായിട്ട് സപ്താഹവും കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരം ഭഗവാൻ ഒരുക്കി തന്നത്, ഞാൻ അതിന് പേരിട്ടു കൊറോണ പുണ്യകാലം എന്ന് പേരിട്ടു. അങ്ങനെ ആ ഭാഗവത രസ അമൃതത്തെ നിരന്തരം ഭാഗവത പാരായണത്തിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ ആ അമൃതത്തെ പാനം ചെയ്ത് ആനന്ദിക്കുക. ഓരോ വാക്കുകളും ഓരോ വർണ്ണങ്ങളും മന്ത്രതുല്യങ്ങളാണ് എന്ന സ്മരണയോടുകൂടി ഭാഗവതത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഭാഗവതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാനും ആനന്ദിക്കാനും ഓരോ ഭക്തന്മാർക്കും സാധിക്കുക. അത്തരം തുന്തിലരായിട്ടുള്ള ഭക്തന്മാരെ കൊണ്ട് നിറയുന്ന വേദിയാകട്ടെ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വരുഷം ആദ്യം പറഞ്ഞതുപോലെ ഈ വേദിയിൽ കളമെഴുതിയിട്ടുള്ളതായ ഓരോ ദിവസവും ഓരോ അവതാര പൂജയോടുകൂടി, പ്രത്യേക നിവേദ്യത്തോടു കൂടിയിട്ടുള്ള പൂജയോടുകൂടി അലങ്കൃതമായിട്ടുള്ള വേദികളായിട്ട് മഹാമഹൽ സത്രമായിട്ട് തന്നെ നടക്കാനുള്ളത് വരട്ടെ എന്ന് പാർത്ഥസാരഥിയോട്, സച്ചിദാനന്ദമൂർത്തിയോട്, മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈയുള്ളവൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഗുരു പരമ്പരയുടെ അനുഗ്രഹം, പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ, വെളിഞ്ഞൽ ദാമോദരൻ നമ്പൂതിരിയുടെ, ഭക്തശിരോമണി വാളകുന്നത്തിൻ്റെ, വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി തുടങ്ങിയിട്ട് ഉള്ള മാത്രമല്ല എനിക്ക് ഭാഗവതം ഗീത ഉപദേശിച്ചു തന്നുള്ളത് വൈശ്രവണത്ത് വാസുദേവൻ നമ്പൂതിരിയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരു ഭാഗവത പ്രഭാഷകനല്ല, അതിനായിട്ട് ആരും ക്ഷണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയായാലും ഈ ഒരവസരം, ധന്യമായിരിക്കുന്ന ഈ മുഹൂർത്തം സജ്ജന സമക്ഷം സമർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ
പൊറുക്കണേ എന്ന് എല്ലാ ഭക്തോത്തമന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.